ഒരു ഇടക്കാലത്ത് വെച്ച് KGF-ഉം അതുപോലെ നമ്മളെ ബാഹുബലിക്ക് ശേഷം ഒരു ശക്തമായ ഒരു കഥാപാത്രം തന്നെയാണ് ഈ സിനിമയിൽ തുല്യരായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ ഈ പൃഥ്വിരാജ് സുകുമാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ 14 ജില്ലയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ല അദ്ദേഹം. 28 സ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരു രീതിയാണ് നമുക്ക് ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്രയും ശക്തമായുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ മലയാളത്തിൽ പൃഥ്വിരാജിനെ പോലെയുള്ള നടന്മാരെ കൊണ്ട് കഴിയും. ഈ സിനിമ എല്ലാ രീതിയിലും എല്ലാ പ്രേക്ഷകർക്കും എല്ലാ ടൈപ്പ് പ്രേക്ഷകർക്കും വൃദ്ധന്മാർ മുതൽ കൊച്ചു കുട്ടികൾക്ക് വരെ ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയായി, നല്ലൊരു ആക്ഷൻ സിനിമയായിട്ട് തന്നെയാണ് എനിക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൃഥ്വിരാജ് വേറൊരു ലെവലായി. അത് കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായുള്ള രീതിയിൽ പൃഥ്വിരാജ് ഒന്നിനൊന്നിനും മാറി മാറി പോവുകയാണ്. പൃഥ്വിരാജ് ഇനി മലയാള സിനിമയുടെ പൃഥ്വിരാജ് ഏറ്റവും വലിയ ഒരു ആർട്ടിസ്റ്റായി മലയാള സിനിമയ്ക്ക് നമുക്ക് മലയാളികൾക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും അഭിമാനിക്കാം. മലയാളികൾ എവിടെ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും നമുക്ക് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ മലയാളിയാണെന്നുള്ള രീതിയിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഓരോരോ നിമിഷങ്ങളാണ് ഈ സിനിമ. നല്ല രീതിയിൽ എല്ലാ രീതിയിലും എല്ലാ കളക്ഷൻ റെക്കോർഡുകളെയും തിരുത്തിക്കൊണ്ട് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു ചരിത്ര സംഭവമായി മാറുന്നുള്ള കാര്യത്തിൽ ഏതൊരു സംശയമില്ല. KGF-ന്റെ മേളിൽ നിൽക്കുന്ന സിനിമയാണ്. ഈ സിനിമയിൽ നമുക്ക് ഓരോ സീൻസും നമുക്ക് ഒന്നിനൊന്നിന് ആകാംക്ഷ ഉണ്ടാക്കുന്ന ഓരോ രംഗങ്ങളാണ് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആവേശം കൂടുന്ന ഓരോ സീൻസുകളാണ് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പൃഥ്വിരാജിന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് സിനിമയുടെ. ഗംഭീരമായിരിക്കുന്നു പൃഥ്വിരാജ് നമുക്ക് അഭിമാനം കൊള്ളുന്നു. അല്ല, ഫസ്റ്റ് ഹാഫിൽ പൊതുവെ നമ്മളെ പോക്കിരി രാജയിലും മമ്മൂട്ടിയും പൃഥ്വിരാജ് അഭിനയിച്ച സിനിമയിൽ മമ്മൂട്ടി ഇന്റർവെൽ തൊട്ടടുത്തായിരുന്നല്ലോ വന്നത്. അതിനുശേഷം മമ്മൂട്ടിയുടെ കയ്യിലായിരുന്നല്ലോ ആ സിനിമയുടെ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ മൊത്തത്തിൽ അഴിഞ്ഞാട്ടത്തിൽ. കാരണം നമുക്ക് രണ്ടുപേരെയും തുല്യരായിട്ട് തന്നെയാണ് ഈ സിനിമയെ കാണുന്നുണ്ടെങ്കിലും മലയാളത്തിൽ നിന്ന് ഒരു പൃഥ്വിരാജിനെ പോലെ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് ഇത്രയും ഒരു ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു വലിയൊരു കലാ രീതിയിലുള്ള ഒരു ശക്തമായ കഥാപാത്രം ചെയ്യാനുള്ള ഒരു ആർട്ടിസ്റ്റ്. കാരണം അദ്ദേഹത്തിൽ നിന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ഈ സിനിമയിൽ കൂടെ കരുത്ത് തെളിയിക്കാൻ കഴിഞ്ഞു. ഇതുപോലുള്ള ഇന്ത്യയിൽ വലിയ വലിയ മികച്ച ഡയറക്ടർമാരുടെ സിനിമയിൽ പൃഥ്വിരാജ് അഭിനയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. 2ാം ഭാഗവും 3ാം ഭാഗവും അടുപ്പിച്ച് വരണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം സിനിമയിൽ നമുക്ക് ഒരുപാട് മെസ്സേജുകളുണ്ട്. നമുക്ക് എല്ലാ രീതിയിലും നമുക്കിത് മനസ്സിലാക്കാനും കുടുംബങ്ങൾ തമ്മിലുള്ള പോരായ്മകളും അതുപോലെയുള്ള ഒരുപാട് ഒട്ടനവധി മനസ്സിലാക്കാനുള്ള കലാമൂല്യമുള്ള സിനിമകൾ. കാരണം ഇന്ന് വഴിതെറ്റി പോകുന്ന ഒരു സമൂഹത്തിന് നേർവഴിക്ക് കൊണ്ടുവരുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ സിനിമയ്ക്കകത്ത് കോർത്തിണക്കിയിട്ടുണ്ട്. ഈ ഡയറക്ടറെ എത്ര അഭിനന്ദിച്ചാലും ഈ ഡയറക്ടറിനെ മതിയാവൂല. കാരണം ഇതുപോലെ ഡയറക്ടർമാർ നമുക്ക് ഉണ്ടാകണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് രീതിയിൽ എല്ലാ രീതിയിലും ഉള്ള പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഇത്. KGF കണ്ടിട്ട് ഈ പടം കാണാൻ വരരുത്. പടം നല്ല ബോറാണ്. ഇന്റർവെല് കഴിഞ്ഞതിന് ശേഷം കുറെയൊക്കെ പ്രതീക്ഷയാണ് വന്നത്. ഇന്റർവെല് ഒന്നുമില്ല, ഫസ്റ്റ് ഹാഫും ഒന്നുമില്ല, മാസും ഇല്ല, ക്ലാസ്സും ഇല്ല. കുറച്ച് സ്ലോ മോഷനും ആവശ്യമില്ലാതെ കുറച്ച് സ്ലോ മോഷൻ കയറി ഇട്ടിട്ടുണ്ട്. എന്തിനാണോ എന്തോ. ഈ പൃഥ്വിരാജ് കുറച്ചും കൂടെ വയലൻസിന്റെ ഒരു സെക്കൻഡ് ഹാഫ് പ്രതീക്ഷിച്ചു. പക്ഷെ പൃഥ്വിരാജിന് അങ്ങനത്തുള്ള റോളൊന്നും കൊടുത്തിട്ടില്ല. അത്ര ഊക്കിയിട്ടില്ല. പൃഥ്വിരാജിന് കൊടുത്ത റോൾ അവൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുപോലെയാണ്. പടത്തെ പറ്റി പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഇതായിട്ട് ചെയ്തില്ല. അപ്പൊ ഒരു ആവറേജ് തന്നെ കൊടുക്കാം നമുക്ക്. നല്ല പ്രതീക്ഷ. രാവിലെ ഒരു 5 മണിക്കൊക്കെ കഴിച്ചാണ് വന്നത്. അതിൻ്റെ ഒന്നുമില്ല. കാണാൻ പോണ പ്രേക്ഷകരുടെ അടുത്ത് കൂടുതൽ പ്രതീക്ഷ ഇല്ലാതെ അങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഓക്കെയാണ്. കൂടുതൽ പ്രതീക്ഷ വന്നു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല.